പരിശുദ്ധ റമദാനിലെ ഏറ്റവും മഹത്വമേറിയ പത്താണ് അവസാനത്തെ 10 എന്നുള്ളത്. ഈ ഉമ്മത്തിന് അള്ളാഹുവിൽ നിന്നുമുള്ള അനുഗ്രഹമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട 10 അവസാനത്തെ 10. അതുകൊണ്ട് തന്നെ ആ 10 മറ്റ് 20 ദിവസങ്ങളേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുക, കൂടുതൽ അമലുകൾ ചെയ്യുക എന്നുള്ളത് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, അവസാന 10 ആയിക്കഴിഞ്ഞാൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്യാനായി തയ്യാറാകുമായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയെ സജീവമാക്കുമായിരുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുള്ളവരെയും ഇബാദത്ത് ചെയ്യാനായി രാത്രി എഴുന്നേൽപ്പിക്കുമായിരുന്നു. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 20 ദിവസം ഉറങ്ങുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അവസാന 10 ആയിക്കഴിഞ്ഞാൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി ഇബാദത്തിൽ ലയിക്കുമായിരുന്നു, രാത്രിയെ അമലുകൾ കൊണ്ട് സജീവമാക്കുമായിരുന്നു. അതുകൊണ്ട് അവസാനത്തെ 10 നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രിയെ കഴിവിൻ്റെ പരമാവധി ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുക എന്നുള്ളത്. എല്ലാ രീതിയിലുള്ള ഇബാദത്തുകളും നമസ്കരിച്ചുകൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും ദുആ ചെയ്തുകൊണ്ടും ദിക്ർ ചെയ്തുകൊണ്ടും പാപമോചനം തേടിക്കൊണ്ടും രാത്രികളെ ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിൽ സജീവമാക്കാനായി പരിശ്രമിക്കണം. രണ്ടാമതായി, സ്വന്തമായി രാത്രിയെ സജീവമാക്കുന്നത് പോലെ തന്നെ വീട്ടിലുള്ളവരെ കൊണ്ടും രാത്രി ഇബാദത്ത് ചെയ്യിപ്പിക്കാനായി പരിശ്രമിക്കേണ്ടതുണ്ട്. വീട്ടിലുള്ളവരെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കണം. അവരെയും പരിശുദ്ധ ഖുർആൻ ഓതാനും നമസ്കരിക്കാനും രാത്രികളെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാനും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ചര്യയാണെന്ന് ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അവസാന 10 നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അധികമായി പാപമോചനം തേടുക എന്നുള്ളതാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസമാണെന്ന് മനസ്സിലായാൽ ഞാൻ എന്താണ് അന്ന് പറയേണ്ടത്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അള്ളാഹു നീ ഏറെ പൊറുക്കലിനെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് മാപ്പാക്കി തരണമേ എന്ന് അള്ളാഹുയുടെ ദുആ ചെയ്യുക എന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. അതുകൊണ്ട് അവസാന 10 ലൈലത്തുൽ ഖദ്റിന് സാധ്യതയുള്ള 10. അതിൽ ഒറ്റ രാവുകൾ ലൈലത്തുൽ ഖദ്ർ ആവാൻ ഏറ്റവും സാധ്യതയുള്ള രാവുകളാണ്. അതുകൊണ്ട് ആ രാത്രികളിൽ അധികമായി തങ്ങളുടെ പാപങ്ങളെ ഓർത്തുകൊണ്ട് പശ്ചാത്തപിക്കാനായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാന 10 നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. കഴിവിൻ്റെ പരമാവധി ഇഅ്തികാഫ് ഇരിക്കാനായി അവസാന 10 ശ്രമിക്കേണ്ടതുണ്ട്.